വളരെ മനോഹരമായ ഹിൽ സ്റ്റേഷൻ, ട്രക്കിംഗ് സ്പോട്ട്. മഹാരാഷ്ട്രയിൽ പൂനെയിൽ നിന്നും 52 കിലോമീറ്റർ മാത്രം അകലെയുള്ള ലോഹഗഡ്. വളരെ സന്തോഷമായി ജീവിതം ആസ്വദിക്കാൻ വന്നിരിക്കുന്ന ഒത്തിരി പേർ. അവരുടെ മധ്യേ 2 പേരുണ്ടായിരുന്നു, സിയ ഗോയൽ, കേതൻ അഗർവാൾ. കേതൻ അഗർവാൾ സന്തോഷത്തിൻ്റെ പരകോടിയിലാണ്. താൻ ഏറ്റവും അധികം ഈ ലോകത്ത് വെച്ച് സ്നേഹിക്കുന്ന തൻ്റെ ജീവിതസഖി ആകാൻ പോകുന്ന പെൺകുട്ടിയുടെ ബർത്ത്ഡേ ഈ മനോഹരമായ സ്ഥലത്ത് നിന്നും അദ്ദേഹം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയമാണ് പെട്ടെന്ന് അദ്ദേഹം ആ ഒരു വലിയൊരു കൊക്കയിലേക്ക് വീഴുന്ന ആ ഒരു സാഹചര്യം. ആ കൊക്കയിലേക്ക് വീണ തൻ്റെ പ്രാണസ്നേഹിതൻ്റെ ഈ വരുന്ന നവംബറിൽ ജീവിതസഖി ആകാൻ പോകുന്ന ആ അദ്ദേഹത്തിൻ്റെ കേതൻ്റെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് സിയ നിലവിളിച്ചു. ഹൃദയം തകരുന്ന രീതിയിൽ അവിടെ നിലവിളിച്ചു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ വിനോദസഞ്ചാരികളും ഓടി അവിടെ വന്നു. തുടർന്ന് പോലീസും ഫയർഫോഴ്സും അവിടേക്ക് എത്തുന്നു. അവിടെ മണിക്കൂറുകൾ കൊണ്ടുള്ള തിരച്ചിലിനൊടുവിൽ അവർ ചേതനയറ്റ കേതന്റെ ബോഡി കണ്ടെത്തി. തുടർന്ന് കേതന്റെ മാതാപിതാക്കളും ബന്ധുക്കളൊക്കെ വരുന്നു. മറ്റുള്ളവർ എല്ലാവരും അവിടെ വരുന്നു. അവർ ഹൃദയം തകർന്ന രീതിയിൽ നിലവിളിക്കുന്നു. തൻ്റെ മകനെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, അവരുടെ ഈ ലോകത്തെ ഏറ്റവും വലിയ ആശ്രയമായിരുന്ന മകൻ, ശതകോടീശ്വരനായ തൻ്റെ പിതാവാണ്. കേതന്റെ ഭവനത്തിൽ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നു. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. തുടർന്ന് സിയ ആ ഭവനത്തിലേക്ക്, കേതന്റെ ഭവനത്തിലേക്ക് വരുന്നു. ആ സമയം തന്നെ കേതന്റെ സഹോദരിക്ക് ഒരു സംശയം തോന്നി. കുറച്ച് സംശയാസ്പദമായ കാര്യങ്ങൾ സിയയും കേതനും തമ്മിലുണ്ടല്ലോ എന്ന സംശയം. ആ ബുദ്ധിമതിയായ ആ സഹോദരി സിയയെ മാറ്റി നിർത്തി ചില കാര്യങ്ങൾ ചോദിക്കുന്നു. കേതന്റെ സഹോദരിക്ക് സംശയം തോന്നിയത് ജൂൺ 18 തൻ്റെ സഹോദരൻ മരിക്കുന്നത്. സിയ ഗോയലും കേതനും ആ ഒരേ സ്ഥലത്ത് തന്നെ 3 പ്രാവശ്യം പോയി. അത് എന്തിനാണ് എന്ന ബലമായ സംശയമാണ് ആ സഹോദരിക്ക് ഉണ്ടായത്. സഹോദരിയുടെ തുടർന്നുള്ള ചോദ്യങ്ങളിൽ നിന്നും സിയ ഒഴിഞ്ഞുമാറാനായി ശ്രമിച്ചു. വാസ്തവവിരുദ്ധമായ ഉത്തരങ്ങളും പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് ആ സഹോദരിയുടെ മനസ്സിൽ സംശയങ്ങൾ ജനിപ്പിച്ചു. സഹോദരി ഈ കാര്യങ്ങൾ കേതന്റെ മാതാപിതാക്കളുമായി പങ്കുവച്ചു. തുടർന്ന് പോലീസുമായി പങ്കുവച്ചു. പോലീസിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനിൽ കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്ക് സിയ ഒരു ചെറുപ്പക്കാരനുമായി 2000 പുറത്ത് പ്രാവശ്യം വാട്സാപ്പിലും മറ്റ് സോഷ്യൽ മീഡിയയിലും കൂടി ബന്ധപ്പെടുവാൻ ശ്രമിച്ചിരുന്നു. കേതനായി സംസാരിച്ചതിൽ ഉപരിയായി ആ ചെറുപ്പക്കാരനുമായി സംസാരിച്ചു. പോലീസ് ഡീറ്റെയിലായി തെളിവുകൾ ശേഖരിച്ച ശേഷം സിയയെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു. ചോദ്യം ചെയ്തു. ആദ്യമൊക്കെ പിടിച്ചു നിൽക്കുവാനായി സിയ ശ്രമിച്ചെങ്കിലും അവസാനം പോലീസിന്റെ തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിന് മുന്നിൽ സിയ പതറിപ്പോയി കുറ്റം സമ്മതിച്ചു. കേതനേക്കാൾ കൂടുതൽ ഈ കഴിഞ്ഞ 6 മാസം ചാറ്റ് ചെയ്ത ആ ചെറുപ്പക്കാരനുമായി സിയയ്ക്ക് നല്ല ബന്ധമുണ്ടെന്നുള്ള കാര്യം പോലീസ് തിരിച്ചറിയുന്നു. അതുമായി ബന്ധപ്പെട്ടും ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. ആ സമയത്താണ് പോലീസിന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭിക്കുന്നത്. സിയയും ആ ചെറുപ്പക്കാരനുമായി ഒരുമിച്ചാണ് ഈ കുറ്റകൃത്യത്തിന്റെ കാര്യത്തിന് വേണ്ടി പ്ലാൻ ചെയ്തതെന്നും അവർ തമ്മിൽ വർഷങ്ങളായി സ്നേഹത്തിലായിരുന്നു എന്ന ആ വലിയ ഞെട്ടിപ്പിക്കുന്ന സത്യം. സിയയുടെ ക്രൈം പാർട്ണർ ചേതൻ ചൗധരി, ഡ്രൈ ഫ്രൂട്ട്സ് ബിസിനസ് നടത്തുന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹവും സിയയുമായി ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്ത ഈ ക്രൂവൽ ബ്രൂട്ടൽ മർഡർ. ജൂൺ 18 ഈ ചേതൻ ചൗധരി ലോഹഗഡിൽ ഉണ്ടായിരുന്നെന്ന് പോലീസ് കണ്ടെത്തുന്നു. സംശയാസ്പദമായി 35 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ കൂടുതൽ ചൂടുള്ളപ്പോൾ അവിടെ ഹൂഡി ധരിച്ച് അവിടെ കൂടി നടന്ന ഒരു ചെറുപ്പക്കാരൻ അവിടുത്തെ CCTVകളിൽ പതിഞ്ഞു. ശരീരഘടന വെച്ച് ചേതൻ ചൗധരിയാണെന്ന് പോലീസിന് വ്യക്തമാകുന്നു. അവരുടെ ചോദ്യം ചെയ്യലിൽ നിന്നും അവർ വ്യക്തമായ പ്ലാനിംഗ് ഈ മർഡറിന് വേണ്ടിയിട്ട് മാസങ്ങളായി ചെയ്തിരുന്നു. ഇവർ 2 പേരും കൂടി ചേർന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അതുമായി എക്സിക്യൂട്ട് ചെയ്യേണ്ട പദ്ധതി തയ്യാറാക്കി. മുൻപ് അതിനുവേണ്ടി ശ്രമിച്ചു. അപ്പോൾ
അവിടെ താഴെ ഒരു പുല്ലിൽ വീണു. അവിടെ കേതൻ പിടിച്ചു കയറിയ സാഹചര്യം വരെ ഉണ്ടായി. തൻ്റെ ഈ ചെറുപ്രായത്തിൽ താൻ ഏറ്റവും സ്നേഹിച്ച ആളുടെ കയ്യിൽ നിന്നും ജീവിതം അവസാനിക്കേണ്ടി വന്നു. ചേതന്റെ പ്ലാനിങ്ങോടുകൂടി സിയ കേതനെ കൊണ്ടുപോകുന്നു. അവിടെ ജീവിതം ആഘോഷിച്ച് നിൽക്കുന്ന, അത്യാഹ്ലാദത്തിൽ നിൽക്കുന്ന ആ കേതൻ, ഒരുപക്ഷെ ആ ജീവിതത്തിൽ ഏറ്റവും സന്തോഷത്തിലായിരിക്കുന്ന ആ ചെറുപ്പക്കാരന് ചേതൻ അവരെ പിന്തുടരുന്നു. ആളൊഴിഞ്ഞ സ്ഥലത്ത് വച്ച് ചേതൻ കേതന്റെ തലയിൽ കല്ലുകൊണ്ടടിക്കുന്നു. ചേതനും സിയയും കൂടെ ചേർന്നുകൊണ്ട് കേതനെ ആ കൊക്കയിലേക്ക് തള്ളിയിടുന്നു. അങ്ങനെ നവംബറിൽ കല്യാണം കഴിഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കാമെന്ന ആ കേതന്റെ ആ വലിയ സ്വപ്നം അവിടെ അവസാനിക്കുന്നു. ഹൃദയഭേദകമെന്നത് സിയ ഈ പ്ലാൻ എക്സിക്യൂട്ട് ആക്കാൻ സാധിച്ചില്ലെങ്കിൽ തുടർന്നും എങ്ങനെ കൊല്ലാമെന്ന പ്ലാൻ വരെ അവർ തയ്യാറാക്കിയിരുന്നു. കോടീശ്വരനായ പിതാവിൻ്റെ മകൻ കേതൻ അഗർവാൾ 2 ഫ്ലൈറ്റ് അന്നത്തെ ദിവസത്തിന് വേണ്ടി, നവംബറിലേക്ക് വേണ്ടിയിട്ടുള്ള മാരേജിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിരുന്നു. എന്ത് ആർഭാടമായ സന്തോഷകരമായ ജീവിതമല്ലേ! 17 കോടിയുടെ വിവാഹ ചടങ്ങുകളാണ് അവിടെ ഒരുക്കിയിരുന്നത്. പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ സിയ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഞെട്ടിക്കുന്നത്. കാരണം ചേതനുമൊത്ത് ഒളിച്ചോടിയാൽ സമൂഹത്തിൽ നാണക്കേടുമുണ്ടാകുമെന്ന ഭയത്താലാണ് അത്രേ ഈ കൊലപാതകം ചെയ്തത്. ഇപ്പോൾ നാണക്കേടൊന്നും ഉണ്ടായില്ലല്ലോ. രാജ്യം മൊത്തവും അവർ നാണം കിട്ടു. ഇനി ശിഷ്ടകാലം ജയിലിലുമായിരിക്കും. സിയയുടെ മാതാപിതാക്കൾക്ക് ഈ കേതൻ എന്തുമാത്രം വിലപ്പെട്ടവനായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് സിയയുടെ പിതാവിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. സിയയുടെ മാതാവ് പറഞ്ഞത്, സിയ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ ഈ സ്ഥലത്ത് കൊണ്ടുപോയി, എവിടെ വച്ചാണോ കേതൻ മരണപ്പെട്ടത്, കേതനെ കൊന്നത്, ആ സ്ഥലത്ത് കൊണ്ടുപോയി ആ കൊക്കയിൽ തള്ളിയിടണമെന്നാണ്. അത്രമാത്രം നല്ല മനസ്സിന്, നല്ല മനുഷ്യനായിരുന്നു ഈ കേതൻ. കേതൻ കണ്ട ആ വലിയ സ്വപ്നം, അദ്ദേഹത്തിന്റെ അൺകണ്ടീഷണൽ ലവ്, നിസ്വാർത്ഥമായ സ്നേഹം. ആ സമയങ്ങളിൽ സിയ മനസ്സിലൊളിപ്പിച്ചത് ചതിയായിരുന്നു. എങ്ങനെ കേതനെ ചതിക്കാമെന്നതും കൊല്ലാമെന്നതും ആ പ്ലാനായിരുന്നു. എന്ത് ബ്രൂട്ടലല്ലേ! നാം ചതിയിലൂടെ എന്ത് നേടാൻ ശ്രമിച്ചാലും അതിന് ലഭിക്കുന്നത് വലിയ ശിക്ഷയായിരിക്കും. ക്ഷണികമായ ഈ ജീവിതത്തിൽ നമ്മെ സ്നേഹിക്കുന്നവരെ ആത്മാർത്ഥമായി തിരിച്ചും സ്നേഹിച്ച് ജീവിക്കുവാനാണ്.